നിലമ്പൂർ കാട്ടിലെ ആനകളുടെ കണക്കെടുപ്പ് നടത്തി. കാട്ടിലെ വിദൂര സ്ഥലങ്ങളിൽ വിവിധ സംഘങ്ങളായാണ് കണക്കെടുപ്പ് നടത്തിയത്. നിലമ്പൂരിൽ നിന്ന് 125 കിലോമീറ്റർ അകലെ ഊട്ടിക്കു സമീപത്ത് മുക്കുരുത്തി ദേശീയ പാർക്കിനോട് ചേർന്ന കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളിലേതടക്കമുള്ള സംഘങ്ങളാണ് കാട്ടിൽ കണക്കെടുപ്പ് നടത്തുന്നത്. നീലഗിരി വഴി വാഹനത്തിൽ പോയി തമിഴ്നാട്ടിലെ വനമേഖലയിലൂടെ 10 കിലോമീറ്ററോളം നടന്നാണ് നിർദ്ദിഷ്ട പ്രദേശത്തെത്തിയത്. കിലോമീറ്ററുകളോളം കാട്ടിലൂടെ നടന്ന് എത്തേണ്ട മാനിക്കരയടക്കമുള്ള പ്രദേശങ്ങളിലേക്കും സംഘങ്ങളെത്തി കണക്കെടുപ്പ് നടത്തി. കണക്കെടുപ്പിനുള്ള രേഖകളും ഉപകരണങ്ങളും കൂടാതെ താമസ സൗകര്യത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ സാധനങ്ങൾ കൂടി ചുമന്നാണ് സംഘങ്ങൾ പുറപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലാകെ നടക്കുന്ന കാട്ടാന കണക്കെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ നിലമ്പൂർ എലിഫന്റ് റിസർവിലെ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലാണ് പഠനം. കാട്ടിലെ 5 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളെ ഓരോ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. ഓരോ ബ്ലോക്കിലേക്കും 5-ൽ കുറയാത്ത അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘങ്ങളാണുള്ളത്. ഇവർ ആനകളുടെ എണ്ണം, ഉയരം, ലിംഗം എന്നിവയ്ക്ക് പുറമെ ആനപ്പിണ്ടത്തിന്റെയും ആനകളെത്തുന്ന ജലാശയങ്ങളുടെയും വിവരങ്ങളടക്കമാണ് ശേഖരിക്കുക. സെൻസസ് സംഘങ്ങൾക്കുള്ള പരിശീലനം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ജില്ലയിൽ നിന്ന് 3 ദിവസങ്ങളായി ശേഖരിക്കുന്ന വിവരങ്ങൾ വനം ഡിവിഷൻ ഓഫീസുകൾ വഴി പറമ്പിക്കുളം കടുവ സങ്കേത അധികൃതർക്ക് കൈമാറും. ഈ വിവരങ്ങൾ വിവിധ മാനദണ്ഡങ്ങളിലൂടെ അവലോകനം ചെയ്താണ് കാട്ടാനകളുടെ എണ്ണവും മറ്റു പ്രത്യേകതകളും തയ്യാറാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.